കോഴഞ്ചേരിയിൽ നവീകരിച്ച സി കേശവൻ സ്ക്വയർ നാടിന് സമർപ്പിച്ചു. റീബിൽഡ് കേരള പദ്ധതിയിൽ ഉൾപ്പെടുത്തി 20 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് സ്മാരകം നവീകരിച്ചത്. 2018 പ്രളയത്തെ തുടർന്ന് ശോച്യാവസ്ഥയിലായിരുന്നു സ്മാരകവും സ്ക്വയറും. ആരോഗ്യ വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രി വീണ ജോർജ് സമർപ്പണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. തിരുക്കൊച്ചി മുഖ്യമന്ത്രിയായിരുന്ന സി കേശവന്റെ കോഴഞ്ചേരി പ്രസംഗത്തിന്റെ 90ാം വാർഷികത്തോടനുബന്ധിച്ച് 1 വർഷം നീണ്ടു നിൽക്കുന്ന സാംസ്കാരിക പരിപാടി ജില്ലയിൽ സംഘടിപ്പിക്കുമെന്ന് മന്ത്രി ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. കേരളത്തെ ഇന്നത്തെ നിലയിലെത്തിക്കുവാനും ജനതയെ അവകാശങ്ങൾക്ക് വേണ്ടി സംസാരിക്കുവാനും പഠിപ്പിച്ച വ്യക്തിത്വമാണ് സി കേശവൻ. പിന്നോക്ക വിഭാഗങ്ങൾക്ക് തൊഴിൽ ഇടങ്ങളിൽ ഉൾപ്പെടെ നിലനിന്ന അസമത്വങ്ങളും അനീതിയും അധികാരവർഗത്തിന്റെ തെറ്റുകളും അദ്ദേഹം തന്റെ പ്രസംഗത്തിലൂടെ തുറന്നടിച്ചു. പബ്ലിക് സർവീസ് കമ്മീഷന്റെ രൂപീകരണം ഉൾപ്പെടെയുള്ള മാറ്റങ്ങൾക്ക് കാരണമായ കോഴഞ്ചേരി പ്രസംഗത്തിന്റെ സ്മരണയ്ക്കായി നിർമ്മിച്ച സി കേശവൻ സ്ക്വയർ ചരിത്രത്തെ ഓർമ്മിപ്പിക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. അദ്ദേഹത്തിന്റെ സ്മരണയാണ് നമ്മൾ പുതിയ തലമുറകൾക്കായി, ഇനി വരാനിരിക്കുന്ന ഒരുപാട് തലമുറകൾക്കായി എന്നും സംരക്ഷിക്കണമെന്നുള്ള ഓർമ്മപ്പെടുത്തലോടെ നമ്മൾ ഇന്ന് പ്രതിമ അനാച്ഛാദനം ചെയ്തത്. അദ്ദേഹത്തിന്റെ സ്ഥാനത്ത് ഇന്ന് ഉള്ള വ്യക്തിത്വമാണ് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ അവരുടേത്. അദ്ദേഹത്തിന്റെ ഒരു സേവനത്തിന്റെ ഒരു ചരിത്രഘട്ടത്തിൽ കൂടിയാണ് ഇപ്പോൾ ഉള്ളത്. അതിന് പ്രത്യേകമായിട്ടുള്ള അഭിനന്ദനങ്ങളെ അവസരത്തിൽ അറിയിക്കുകയാണ്. അവകാശങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നതിൽ ഒരാളെയും ഭയപ്പെടേണ്ടതില്ല എന്ന് നമ്മെ ഓർമ്മിപ്പിച്ച, കേരളത്തെ പഠിപ്പിച്ച വ്യക്തിത്വം കൂടിയാണ് ശരീരനായിട്ടുള്ള സി കേശവന്റേത് എന്നുള്ളത് നാം കാണേണ്ടതായിട്ടുണ്ട്. ഈ വർഷത്തിലൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇത് 2025 1935 മെയ് മാസത്തിലാണ് വിഖ്യാതമായിട്ടുള്ള കോഴഞ്ചേരി പ്രസംഗം ഉണ്ടായത്. 90ാമത്തെ വർഷമാണ്. ഇലന്തൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജെ ഇന്ദിരാദേവി അധ്യക്ഷത വഹിച്ചു. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ മുഖ്യ അതിഥിയായി പങ്കെടുത്തു. 1888 തിരുവിതാംകൂർ രാജാവിന്റെ കീഴിൽ നിയമസഭയിൽ നിലവിൽ വന്ന് പിന്നോക്കക്കാർ പ്രാതിനിധ്യം മേടിച്ചു. ഇരുവർക്കും, മുസ്ലിമിനും ക്രിസ്ത്യാനികൾക്കും. കാരണം അന്ന് വോട്ടവകാശം പറഞ്ഞിരിക്കുന്നത് കരംതീരയുടെ അടിസ്ഥാനത്തിലാണ്. ഇരുവനും മുസ്ലിമിനും ക്രിസ്ത്യാനിക്കും ഭൂമി ഉണ്ടെങ്കിൽ പോലും വോട്ട് ചെയ്യണ കരംതീരുവാണ്. കാരണം അന്ന് ഭൂമിയുടെ കരം പട്ടയം കിടക്കുന്ന മുഴുവൻ സവർണന്റെ കയ്യിലാണ്. അവിടെ സവർണർക്കേ വോട്ടുള്ളൂ. ഇതിനെതിരെ ശക്തമായ ഭാഷയിൽ പ്രതിനിധി പ്രസംഗിച്ച സി കേശവനെ ഇരുമിലേക്ക് ഒതുക്കാതെ ഈ രാജ്യത്തിന്റെ വികസനത്തിന് പിന്നോക്ക വിഭാഗങ്ങളുടെ വളരെ ശക്തമായി പ്രവർത്തിച്ച് അദ്ദേഹത്തിന്റെ സ്മരണകൾ ഉയർത്തിപ്പിടിക്കേണ്ട ഒരു കാലഘട്ടം. മാത്രമല്ല, സി കേശവന്റെ പ്രസംഗത്തെ പേര് കോഴഞ്ചേരി പ്രസംഗം എല്ലാവരും പറയും. എന്താണ് പ്രസംഗിച്ചെന്ന് നമുക്കറിയില്ല. LID ആൻഡ് EW അസിസ്റ്റന്റ് എഞ്ചിനീയർ G വിജയകൃഷ്ണൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. മുൻ MLA AK-C രാജഗോപാൽ, കോഴഞ്ചേരി മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിക്ടർ ടി തോമസ്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ബിജ്ലി P ഈശോ, മോഹൻ ബാബു, LID ആൻഡ് EW എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ S അനിത, SNDP യോഗം കോഴഞ്ചേരി താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് മോഹൻ ബാബു, വൈസ് പ്രസിഡന്റ് വിജയൻ കാക്കനാടൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട. Zion Medical College Hospital, Adur, Pathanamthitta.